1970 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഗ്ലോബലി ഒരുപാട് എക്കണോമിക് കാസ് വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഇന്ത്യയിൽ ലൈസൻസ് രാജ് പ്രിവെയിൽ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അന്ന് മെയിനായിട്ട് ഡോമിനേറ്റ് ചെയ്തിരുന്ന 2 മാനുഫാക്ചറേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓട്ടോമൊബൈൽ സെക്ടറിൽ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും പ്രീമിയർ ഓട്ടോ ലിമിറ്റഡും. പിന്നെ ഉണ്ടായിരുന്നത് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സാണ്. ആ ഒരു കാലഘട്ടത്താണ് ഒരു പുതിയൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരണം എന്ന് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു വാഹനം കൊണ്ടുവരണം എന്നും പ്ലാൻ ചെയ്തു. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. സിപ്പാനി ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് അത് ഫോം ചെയ്യുന്നതിന് മുമ്പ് സെയിൽ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്, സൺറൈസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എക്കാലത്തും ഒരു നർമ്മ പ്രാധാന്യമുള്ള ഒരു സീരീസാണ് മിസ്റ്റർ ബീൻ. അത് വർഷങ്ങൾ ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും അതിന് ഭയങ്കര ആസ്വാദകരുണ്ട്. മിസ്റ്റർ ബീൻ എന്ന് പറയുമ്പോൾ വണ്ടിഭ്രാന്തന്മാർക്ക് പ്രധാനമായിട്ടും ഓർമ്മ വരുന്ന 2 വാഹനങ്ങളാണ്. ഒന്ന് മിസ്റ്റർ ബീൻ തന്നെ യൂസ് ചെയ്യുന്ന മിനി കൂപ്പറും മറ്റൊന്ന് റിലയൻ റോബിനുമാണ്. ആ റിലയൻ റോബിൻ പല എപ്പിസോഡ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട്, മിസ്റ്റർ ബീൻ മറിച്ചിടുന്നതായിട്ടും ഒക്കെ. അപ്പം നമ്മുടെ മനസ്സിലൊക്കെ ഒരു കോമഡി രൂപത്തിലാണ് ഈ റിലയൻ റോബിൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സിപ്പാനി ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് UK ബേസ്ഡ് ആയിട്ടുള്ള റിലയൻ മോട്ടോഴ്സുമായിട്ട് ഒരു കൊളാബറേഷനിൽ വാഹനം നിർമ്മിക്കാനുള്ള പദ്ധതിയായിരുന്നു. 1975 സിപ്പാനി ബാദൽ എന്ന് പറയുന്ന ആ ഒരു 3 വീൽഡ് കാർ, ഫസ്റ്റ് 3 വീൽഡ് കാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ പ്രൊഡക്ഷൻ 1976 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് വന്നിരുന്നത് ഒരു 3 ഡോർ വെഹിക്കിളായിട്ടായിരുന്നു. 3 ഡോർ എന്ന് പറഞ്ഞാൽ 2 ഡോർ ഇൻ ദ ഫ്രണ്ട്, റെയറിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഡോർ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നിർമ്മിച്ചിരുന്നത് ഒരു ഫൈബർ ബോഡിയിലായിരുന്നു. ആ കാലത്ത് നമുക്ക് അറിയാം, മറ്റുള്ള വാഹനങ്ങളെല്ലാം നല്ല ഹാർഡ് മെറ്റൽ ഷീറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഫൈബർ ബോഡി ഒരു പക്ഷേ ഉപയോഗിച്ചതിന് ഒരു കാരണം കുറച്ചുകൂടെ എക്കണോമിക്കലാകാനാവാം, പക്ഷേ അതിന് അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതിന് ഡെൻറ്റിങ്ങോ പാച്ച് വർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ബോഡിക്ക് എന്തെങ്കിലും കേടുപാട്, വാഹനം ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലക്രമേണ നമ്മുടെ നിരത്തുകളിൽ നിന്നും ഈ വാഹനങ്ങൾ അപ്രത്യക്ഷമായി പോകാൻ തുടങ്ങിയത്. ഇതിന് വന്നിരുന്നത് ഒരു 198 cc 10 PS പവറുള്ള ഒരു 2 സ്ട്രോക്ക് എഞ്ചിനായിരുന്നു. റെയർ വീൽ ഡ്രൈവ് ലേഔട്ട് ആയിരുന്നു ഈ വാഹനം. ഇത് ഉദ്ദേശിച്ചിരുന്നത് അന്നുണ്ടായിരുന്ന അംബാസഡർ പ്രീമിയർ പത്മിനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. ഈ വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാരുതി ഇന്ത്യയിൽ വിപണിയിൽ വരുന്നതിനും മുന്നേ ആയിരുന്നു. കുറച്ചുകൂടെ ആ കാലത്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഡിസൈൻ ആയിട്ടാണ് വന്നത്. പക്ഷേ വളരെ കുറച്ച് നാൾ മാത്രമേ സിപ്പാനി ബാദൽ വിപണിയിലുണ്ടായിരുന്നുള്ളൂ. കമേഴ്ഷ്യലി ഈ വാഹനം ലഭ്യമായി തുടങ്ങിയത് 1977 പക്ഷേ ആ വർഷം അതിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് നോക്കിയാൽ ഒരു ഡീസൻ്റ് ആയിരുന്നു. 179 യൂണിറ്റ്സ് ആണ് വിറ്റത്. 1978 ആയപ്പോൾ അതൊരു അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് കാണിച്ചത്, 331. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ആ വാഹനത്തിൻ്റെ ആക്സെപ്റ്റൻസ് കുറഞ്ഞു വരുവാണ് കാണാൻ തുടങ്ങിയത്. 1979 ആയപ്പോൾ 104, 1980 ആയപ്പോൾ 51, 1981 ആയപ്പോൾ വെറും 31 യൂണിറ്റ് ബാദൽ മാത്രമാണ് ഇന്ത്യയിലെമ്പാടും വിറ്റത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിരുന്നു ഇതിൻ്റെ ബോഡി, ഫൈബർ ബോഡി എന്നുള്ളത്. അതിലുപരി മറ്റ് ചില ഡിസഡ്വാൻറ്റേജസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് ഒരു സിംഗിൾ ആക്സൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു. അതേപോലെ ഒരു കയറ്റം കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിക്കണമെങ്കിൽ ഇതിൻ്റെ ആക്സിൽ ഒടിയുകയും അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിപ്പെൻഡബിൾ വാഹനമായിരുന്നില്ല.
അതേപോലെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമായിരുന്നു ഈ വാഹനം ഉപയോഗിക്കാൻ സാധിച്ചത്. ഈ കാരണത്താലൊക്കെ ആകാം നമ്മുടെ വിപണി ഈ സിപ്പാനി ബാദലിന് കൈയടക്കാൻ സാധിക്കാത്തത്. 1981 സിപ്പാനി മോട്ടോഴ്സ് ഒരു 4 വീൽഡ് വേർഷൻ ബാദലും ഇറക്കിയിരുന്നു. പക്ഷെ അതും പറയത്തക്ക വിധം സക്സസ് ആയില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ വാഹനം ഇതൊരു കർണാടക തുംകൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ആ കാലത്ത് സ്പേഷ്യസ് ആയിരുന്നു, കംഫർട്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഓട്ടോറിക്ഷ, പഴയ 2 സ്ട്രോക്ക് ഓട്ടോറിക്ഷയുടെ ഒരു സൗണ്ടിന് വളരെ സാദൃശ്യം തോന്നുന്നതായിരുന്നു. കാരണം ആ സിമിലർ ടൈപ്പ് ഓഫ് എൻജിൻ തന്നെയായിരുന്നു ഇതിന് യൂസ് ചെയ്തിരുന്നത്. 1980 റിലീസായ റാം ബൽറാം എന്ന മൂവിയിൽ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും ഒരു ബാദലിൽ കുറേ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ഒരു ഡയറക്റ്റ് അഡ്വർടൈസ്മെൻ്റ് അല്ലെങ്കിലും ആ വാഹനത്തെ പറ്റിയുള്ള ഒരു പ്രൊമോഷനായിരുന്നു. കുറേ സ്പീഡിൽ പോകുന്നതും കുറേ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ സീൻസും ഒക്കെ ഉള്ള ഒരു സോങ് സീക്വൻസ് ഉണ്ട്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഈ വാഹനത്തിന് മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. വളരെ യുണീക്കായിട്ടുള്ള ഒരു ഇന്ത്യൻ നിർമ്മിത കാറായിരുന്നു സിപ്പാനി ബാദൽ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.